എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ചെറിയ തുരുത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതും നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ ഏകദേശം ഒരു 40-45 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് പഠിച്ച് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായി, ഒരു വ്ളോഗറായിട്ട് എത്തിയിരിക്കുന്ന അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡിഫ്ന സുമേഷാണ്. ഡിഫ്ന സുമേഷിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു. ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ഡിഫ്ന സുമേഷ് എന്നാണ്. ഞാൻ കൊച്ചുതുരുത്ത് എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, അനിയത്തിയുണ്ട്. ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത PGക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? അടുത്തിടെ ഇപ്പോൾ സാമൂഹിക മാറ്റമായിട്ട് തോന്നുന്നതെന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് പണ്ട് ആളുകൾ പേടിയായിരുന്നു എന്തിനും ഈ ഫോണൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓരോ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. പക്ഷേ ഇന്ന് എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ പോലും ഈ ഒരു ഡിജിറ്റൽ എറ കൊണ്ടുവന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും കുറേ അഡ്വർടൈസ്മെൻറ്റ് വഴിയാണെങ്കിലും ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാനും, അല്ലെങ്കിൽ കുറേ പുതിയ നോളേജൊക്കെ അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അതൊക്കെ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം അതാണ്. ഒരു സാമൂഹ്യ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് ഭരണകർത്താക്കൾ നന്നാവണം, ജനങ്ങൾ നന്നാവണം, അതുപോലെ തന്നെ യുവാക്കളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ യുവാക്കൾക്ക് ഉള്ള പങ്ക് എന്താണ്? ഒരു സാമൂഹ്യ മാറ്റം വരുമ്പോൾ യുവാക്കൾക്കുള്ള പങ്ക് എന്താണ്? യുവാക്കൾക്കുള്ള പങ്കെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് നമ്മളുടെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓരോന്നും കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ജെനുവിനാണോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ ഞാൻ ഈ ചെയ്യുന്നതെന്ന് ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടേപരമായിട്ടുള്ള കുറേ എത്തിക്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം, പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കും. നിലവിൽ നമ്മുടെ പണ്ടൊക്കെ കേരളത്തിൽ ദുരന്ത സാധ്യത ഭയങ്കര കുറവുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എന്നാലിപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദുരന്ത സാധ്യതകൾ ഉണ്ടാകുന്ന മേഖലകൾ തിരിച്ചു വരുമ്പോൾ ഈ തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള മേഖലകളാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ് താങ്കളുടെ ഈ തുരുത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് പറയാനുള്ളത്? പുറത്തുനിന്ന് നമുക്ക് തോന്നുമ്പം ലക്ഷദ്വീപ് പോലെ ഒരു അടിപൊളി തുരുത്തായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവിടെ ജീവിക്കുക അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം നല്ല പാടാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അതായത് ഞങ്ങളുടെ 4 വശവും വെള്ളമാണ്, തുരുത്തിൻ്റെ 4 വശം. അപ്പം എവിടെ പോകണമെങ്കിലും ഞങ്ങൾ വഞ്ചിയിലാണ് പോണത്. എവിടെ പോകണമെങ്കിലും നമുക്ക് ഈ ഒരു ആശ്രയമുള്ളൂ. ഹോസ്പിറ്റലാണെങ്കിലും എന്ത് കാര്യത്തിനും, സ്കൂളിൽ പോകാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ വഞ്ചിയിൽ വേണം പോകാൻ. അപ്പം നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, ആ വഞ്ചിക്കകത്ത്. കാരണം എന്താണെന്ന് പറയുമ്പം ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് വള്ളത്തിൻ്റെ അകത്ത് ഓളം അടിച്ച് വെള്ളം കയറാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ വള്ളം മുങ്ങിപ്പോവും. പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ വെള്ളം ഒട്ടും നല്ലതല്ല. കാരണം എന്താണെന്ന് പറയുമ്പം ഫാക്ടറികളിൽ നിന്നുള്ള ഓരോ വേസ്റ്റ് ആണെങ്കിലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നീന്തൽ പഠിക്കാൻ അങ്ങനെയൊന്നും സാധിക്കാറില്ല. കാരണം ചിലർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ സ്കിൻ ഡിസീസസ് പോലത്തുള്ള ഓരോ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു നീന്തൽ പഠിച്ച് സർവൈവ് ചെയ്യാമെന്നുള്ളൊരു മെത്തേഡ് അവിടെ പോസിബിൾ അല്ലത്. എന്നാലും നീന്തൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പോലും പലവിധമായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ വട്ടക്കായലെന്ന് പറയും, ആ കായലുകളിൽ നിന്ന് അതായത് ഓരോ അസോള പ്ലാന്റുകളൊക്കെ, അതായത് കുളവാഴയെന്ന് പറയും, അതൊക്കെ ഞങ്ങളുടെ ഏരിയയിലോട്ട് വരും. അതവിടെ അടിഞ്ഞുകൂടും, അങ്ങനെ കൊതുകുകളുണ്ടാവും, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാവാറുണ്ട്. പിന്നെ വീട് വെക്കുന്നതിന് അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വേലിയേറ്റ സമയത്ത് വെള്ളം നമ്മുടെ വീട്ടിലോട്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ തുരുത്തായതുകൊണ്ട് തന്നെ ചില സമയത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം
കായലിലോട്ട് പോകണമെങ്കിൽ പോലും നമ്മൾ അവിടുത്തെ മണ്ണെല്ലാം ഒലിച്ച് വെള്ളത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ താമസിക്കുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അധികാരികൾ വേണ്ടുന്ന എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ്, അതായത് റോഡിനൊക്കെ സ്ഥലം അനുവദിച്ചു, പാലമൊക്കെ അനുവദിച്ചു, എന്നാൽ പോലും ഇത്രയും നാളായിട്ട് പോലും നമുക്കൊരു പാലമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടും പോകാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാനാണെങ്കിൽ വലിയ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. അല്ലാതെ ഇങ്ങനത്തുള്ള ഈ ഒരു അതായത് ഈ മഴക്കെടുതിയിൽ ഈ സമയത്തൊന്നും നമുക്ക് പോസിബിൾ അല്ല എങ്ങും പോകാനും വരാനും. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പോലും നല്ല മഴയായിരുന്നു. അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ് വന്നത്. വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അല്ല, നിങ്ങളുടെ ഒരു ദിവസത്തെ യാത്രയ്ക്ക് പോകാനുണ്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അവിടുന്ന് അക്കരയ്ക്ക് വരാനായിട്ട് ചെയ്യേണ്ടത്? അത് നമ്മളിപ്പം 10 മണിക്കാണ് ഒരു സ്ഥലത്ത് എത്തണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഇറങ്ങണം. അതായത് വള്ളത്തിൽ നിന്ന് നമ്മൾ തുഴഞ്ഞു വേണം ഇപ്പുറത്തെ കരയിലെത്താൻ. അവിടുന്ന് എത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്ന് മെയിൻ റോഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു സമയമാവും. അതുകൊണ്ട് തന്നെ ഈ വള്ളത്തിലെ കാര്യം എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കാറ്റ് വീഴാം. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്ത് നേരത്തെ കാണാൻ പറ്റത്തില്ല ഇന്ന സംഭവം സംഭവിക്കാമെന്ന്. ചില സമയത്ത് നമ്മൾ പോകുമ്പം നമ്മുടെ ഈ കായലിൻ്റെ നടുക്ക് തന്നെ NH വാട്ടർവേയാണ്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ബോട്ടും, അതായത് ചെറിയ വള്ളങ്ങൾക്ക് ഞങ്ങൾ ഡിങ്കി എന്ന് പറയും. അപ്പോൾ ഈ ഡിങ്കിയൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ ഇത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഓളം അടിച്ച് വള്ളത്തെ കയറിയാലോ വെള്ളം കയറി അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പോലും നമുക്കറിയത്തില്ല. കാരണം കരയിൽ നിന്ന് ഒരാൾ നോക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾ അക്കരെ എത്തിയിട്ടുണ്ടോ. അത്രമാത്രം റിസ്ക് ആണ് ഇവിടെ വരുന്നത്. അത്രയേറെ പാടാണ് ഈ പുറത്തേക്ക് വരാൻ. അത് ഈവൻ ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെ. കാരണം ഞങ്ങളുടെ അവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പേ അവിടെ നിന്ന് പോയി ബന്ധുക്കളുടെ വീട്ടിലൊക്കെ മാറി നിൽക്കും. കാരണം എന്താണെന്ന് പറയുമ്പോൾ നമുക്കറിയത്തില്ല ഏത് സമയം വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ വൃദ്ധരായ ആളുകളെയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും ഇപ്പം പനിയൊക്കെ ആയി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ തന്നെ വളരെ പാടാണ്, പ്രയാസമാണ് ഞങ്ങൾക്ക് ഇപ്പുറത്തെ കരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ മാലിന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ മാലിന്യ സംസ്കരണം വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം അതിൽ നിന്നാണ് ഒരുപാട് അസുഖങ്ങളും വരുന്നുണ്ട്. ശരിയായൊരു മാലിന്യ സംസ്കരണം ഒരു ശൈലി നമ്മുടെ മലയാളികൾക്കില്ല എന്നുള്ളത് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് യുവാക്കൾക്ക് എന്തൊക്കെ പങ്ക് വഹിക്കാൻ പറ്റും നല്ലൊരു മാലിന്യ സംസ്കരണ രീതി ഉണ്ടാക്കാനായിട്ട്? യുവാക്കൾക്ക് പങ്കുവഹിക്കാൻ പറ്റുന്നത്, നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ ഒരാളായിട്ടല്ല താമസിക്കുന്നത്, ഒരു കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന നമുക്ക് കണ്ടാൽ നമുക്ക് പറയാം അമ്മേ അല്ല അച്ഛ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് പ്രോപ്പറായിട്ട് വീട്ടിൽ തന്നെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടും നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുവിധം മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് റെഡിയാക്കാം. പിന്നെ അത് മാത്രമല്ല, കറക്റ്റായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ ഹരിതകർമ്മസേന വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ തന്നെ നമ്മളത് കഴുകി ഉണക്കി വെച്ചാൽ അവരെടുത്തോണ്ട് പോകും. അപ്പോൾ യുവാക്കൾക്ക് ഇതൊക്കെ യുക്തിപരമായി ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും പുതിയ പുതിയ ഐഡിയാസും എങ്ങനെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് യുവാക്കളുടെ പങ്കെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ യൂട്ടിലൈസേഷനാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം സെക്രീറ്റ് ചെയ്യണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുവാക്കൾ നല്ലൊരു പങ്ക് ഈ മാലിന്യ സംസ്കരണത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ചെയ്യുന്നുണ്ട്. കാരണം കൊച്ചി, കോഴിക്കോട് ഇതൊക്കെ അതിന് എക്സാമ്പിൾ അല്ലേ. കാരണം അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ആലപ്പുഴ ബീച്ച് ക്ലീൻ ആക്കാനാണെങ്കിലും കുറേ സംഘടനകൾ അല്ലെ കുറേ യുവാക്കളല്ലേ മുൻപോട്ട് വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യുവാക്കൾ ഇതിന് പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ റോഡ് ഗതാഗതം അറിയാമല്ലോ, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പോക്കറ്റ് റോഡുകളിലൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലുള്ള റോഡ് ഗതാഗതം വളരെ ചുരുക്കമാണ്. നമ്മൾ കൃത്യസമയത്ത് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങുക, കൃത്യമായിട്ടുള്ള ട്രാഫിക് റൂൾസൊക്കെ പോവുക. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇതിൽ ഈ നിയമം തെറ്റിച്ച് പോകുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നു കൂടുതലും പങ്ക് വഹിക്കുന്നത് യുവാക്കൾ തന്നെയാണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിഷയം തന്നെ. അപ്പോൾ ഈ റോഡ് ഗതാഗതം നിയന്ത്രിക്കാനും നല്ല രീതിയിലുള്ള റോഡ് അല്ലെങ്കിൽ ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കാൻ യുവാക്കൾക്ക് എന്തൊക്കെയാണ് പങ്ക് വഹിക്കാൻ പറ്റുന്നതിൻ്റെ അകത്ത്? യുവാക്കൾക്ക് ആദ്യം പങ്ക് വഹിക്കുക എന്ന് പറയുന്നത്, നമുക്ക് അറിയാം റോഡിൻ്റെ സിറ്റുവേഷൻ എന്താണ്, തിരക്കെന്താണ്. പണ്ടത്തെ കാലത്തൊക്കെ വെച്ചിപ്പോൾ പറയുവാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ 1-2 വണ്ടിയെ ഒരു വീട്ടിൽ കാണത്തുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ സ്വന്തമായിട്ട് അവർക്ക് പ്രൈവറ്റായിട്ട് വെഹിക്കിൾസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർ ഇതുമായിട്ട് പോകുന്ന സമയത്ത്
ഇവിടെ റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യുവാക്കളെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരാൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്പീഡിൽ പോകും. സ്പീഡിൽ പോകുമ്പോൾ ഇപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യും, അവനെ പൊട്ടിക്കാൻ ഞാനോട് കുറച്ച് സ്പീഡിൽ പോകും. അങ്ങനെ ഈ സ്പീഡിൽ പോകുന്ന സമയത്താണ് മെയിനായിട്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ തന്നെയാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ രാവിലെയുള്ള അതായത് ഉറക്കം ഒഴിച്ചിട്ടുള്ള ഈ രാവിലെയിലും രാത്രിയിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരുവിധം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സിഡൻ്റൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ആദ്യം ഏറ്റവും കൂടുതൽ ഞാൻ ഊന്നി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, 2 വീലറിൽ പോകുന്നവർ ഈ ഹെൽമെറ്റ് വെക്കുവാനും പിന്നെ ഈ 4 വീലറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ഇടാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിയമങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അന്നേരം നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കൾ പറയും, അന്നേരം പെറ്റി അടിക്കുന്ന ഇവരുടെ ഖജനാവ് നിറയ്ക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അവിടെ പെറ്റി അടിക്കുക എന്നുള്ളതല്ല, അതിന് മുന്നേ നമ്മുടെ സേഫ്റ്റി അല്ലേ അവർ എൻഷുർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതായത് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. സ്പീഡ് ത്രില്ല് ചെയ്യും, പക്ഷേ അത് നമ്മുടെ ലൈഫാണ് കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനത്തുള്ള നിയമങ്ങൾ കുറേ ഉണ്ട്. മോഡിഫിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കുറേ നിയമങ്ങളുണ്ട്. അതെല്ലാം പാലിക്കുക എന്നുള്ളതാണ് യുവാക്കളുടെ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകളുടെ ഒരു മെയിനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്ന വലിയ ഒരു ദുരന്തമാണ് ലഹരി ഉപയോഗം. അത് ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളിലുമാണ് എന്നുള്ളതാണ്. ആദ്യം കോളേജ് തലത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ സ്കൂൾ തലത്തിലേക്ക് എത്തി, ഇനി താഴെത്തട്ടിലേക്ക് പോകാൻ വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ് ലഹരി ഉപയോഗം. അപ്പോൾ ഈ യുവാക്കളുടെ ഇടയിൽ എന്താണ് ഇതിനൊരു കാരണം എന്നുള്ളത്, ലഹരി ഉപയോഗത്തിനൊരു കാരണം എന്താണ്? അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു സാമൂഹ്യ വിപത്താണിത്, ഇതിനെ നമ്മൾ എങ്ങനെ നമുക്ക് മറികടക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുമ്പം, നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് എനിക്കെന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്നദ്ധയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡിപ്രഷൻ അല്ലെ ലോൺലിനെസ് ഫീൽ ചെയ്യത്തില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ലഹരിയിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് ഒന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ, ഈവൻ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, അവർ ഇൻഫ്ലുവൻസ് ചെയ്താൽ പോകുന്നത്. അതേസമയം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ആരോടെങ്കിലും സംസാരിച്ച് അല്ലെങ്കിൽ പ്രോപ്പർ ഒരു കൗൺസിലിംഗ് കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു ലഹരിയുടെ പുറകിലൊന്നും പോകത്തില്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മദ്യപിക്കുന്നതാണ് എന്നിരിക്കട്ടെ. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം. അച്ഛൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അന്നേരം ആദ്യമേ നമ്മുടെ വീട്ടിലാണ് ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കേണ്ടത്. അങ്ങനെ വീട്ടിൽ നിന്നൊരു മാതൃക ഉണ്ടായി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ ഇൻസ്പിറേഷൻ ആയാൽ മാത്രമേ നമുക്കും നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി ഇത് ഉപയോഗിക്കരുത് ഇങ്ങനെയാണെന്ന് പറയുമ്പം നാളെ ഒരാൾ അപ്പുറത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കരുത്, നിൻ്റെ വീട്ടിൽ ഒരാൾ ഉപയോഗിച്ച് റോഡിൽ കടന്നല്ലോ, അപ്പം നിനക്ക് എങ്ങനെ പറയാൻ അധികാരമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിക്കാൻ ഇടവരുത്തരുത്. അപ്പം ആദ്യം നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ഇത് ചെയ്യുന്നത് തെറ്റാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ. പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്കറിയാം ഒരു കാര്യം നല്ലതാണ്. ഒരു കോയിന് 2 വശമുള്ള കണക്ക്, പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള കണക്ക് ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്. അപ്പം നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക. നല്ലവരല്ല നമ്മുടെ ഫ്രണ്ട്സെങ്കിൽ പോലും നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അവരെ നന്നാക്കി എടുക്കുക. അപ്പം ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ തിരുത്താൻ നോക്കുക. നമ്മളെ കൊണ്ട് തിരുത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ട അധികാരികളോട് പറഞ്ഞ് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കി നല്ല പാതയിൽ കൊണ്ടുവരാൻ. എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് യുവാക്കളുടെ ഇടയിൽ. അതുപോലെ തന്നെ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഈ അടുത്ത കാലത്തായിട്ട് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ജോലി തിരക്കാവാം, ഫാമിലിയുടെ ഇഷ്യൂസ് ആവാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്ത്, സാമൂഹികമായിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് നന്നാക്കാൻ, അത് പ്രത്യേകിച്ച് യുവാക്കളാണല്ലോ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. യുവാക്കളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ലഹരിയിലേക്കൊക്കെ പോകാനൊക്കെ ചില ലഹരി ഉപയോഗം കാരണം ഇത് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? മെൻ്റൽ ഹെൽത്ത് നമുക്ക് നന്നാക്കണമെങ്കിൽ ബെറ്റർ സ്ലീപ്പ്, നല്ല രീതിക്ക് നമുക്ക് ഉറക്കം കിട്ടണം.
നമ്മുടെ ആ ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ കറക്റ്റാക്കിയാൽ മാത്രമേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരുവിധം ഓക്കെ ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മെമ്മറി പവർ കുറഞ്ഞു വരിക. പണ്ടത്തെ കാലത്തെന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ടത്തെ കാലത്ത് ഞാനിപ്പോൾ കൂടുതൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ എൻഗേജ് ചെയ്തിരുന്ന പലവിധമായ ആക്ടിവിറ്റീസിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെല്ലാം ഫോണിൽ ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും, യൂട്യൂബ് കണ്ടാൽ അത് കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോണിലോട്ട് കോൺസെൻട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ പുറത്ത് പ്രകൃതിയിൽ അല്ലെങ്കിൽ എന്താ ഒരു യാത്ര പോകാനൊന്നും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതേസമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. 2019-20 ആ കൊറോണയുടെ കാലഘട്ടത്തിൽ ഫോൺ റീചാർജ് ചെയ്യാൻ നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ലായിരുന്നു. അന്നേരമാണ് പല കുട്ടികളും എന്ത് ചെയ്യുന്നത്, ഈ ഫോൺ കിട്ടി ആ ഫോൺ മാറ്റി വെച്ചിട്ട് വീടിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. കാരണം അന്നേരമാണ് അവർ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നത്. വീട്ടിൽ ഇത്ര പേരുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അയൽക്കാർ, എൻ്റെ വീട്ടിൽ ഈ മരങ്ങളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ഇതിലാണ്. കാരണം നമ്മളൊരു 4 ചുമരുകൾക്കുള്ളിൽ ഈ ഫോണുമായിട്ട് അകപ്പെട്ട് പോയാൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. എനിക്കിതിൽ നിന്ന് ഓവർകം ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യണം. ഇപ്പം നമുക്കിപ്പോൾ സമൂഹത്തിനെ സേവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് നമ്മളിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ടും നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പം പിള്ളേർ ഭയങ്കര കോമഡി ആയിട്ട് പറയും ഞാനൊരു ഇൻവെർട്ടറാണ്, അത് ഇൻട്രോവേർട്ടാണ്, ഞാൻ ആരുമായിട്ട് മിണ്ടത്തില്ലെന്ന്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് സംസാരിച്ചാൽ മതി, അനാവശ്യമായിട്ട് സംസാരിക്കരുത്. ചില സ്ഥലങ്ങളിൽ അത് നല്ലതാണ്, എന്നാൽ പോലും നമ്മൾ ചില സമയങ്ങളിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു പ്രശ്നം കാണുമ്പോൾ അത് നമ്മൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അപരൻ്റെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എപ്പോഴും നല്ല കാര്യമാണ്. അന്നേരം നമ്മളൊരു ഒരാൾ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടന്നു, നമ്മൾ സഹായിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുക. അല്ലാതെ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം മെൻ്റൽ എബിലിറ്റി അല്ല മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, നമ്മളിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാക്കുക. എനിക്കൊരു മാറ്റം വേണം, ഐ വാണ്ട് എ ചേഞ്ച് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. അത് തന്നെ ഈ യുവാക്കളുടെ പ്രവർത്തിക്കുന്നതാണല്ലോ. അപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് താങ്കൾ കുട്ടികൾക്ക് അല്ല കൂട്ടുകാർക്കിടയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ കൂടുതൽ ഞാൻ അവൈലബിൾ ആണ്. കാരണം ഞാൻ എടുത്തൊരു ഇനിഷ്യേറ്റീവ് എന്താണെന്ന് പറയുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു നല്ല ലിസണറായിട്ടിരിക്കും. കാരണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ അല്ലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്നെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനൊരു നല്ലൊരു കേൾവിക്കാരിയാണ്, ഞാൻ ഒരു നല്ലൊരു ലിസണറാണ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു റിലീഫ് കിട്ടത്തില്ലേ. അപ്പം ഞാൻ ആ ഒരു ഇനിഷ്യേറ്റീവാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം റേഡിയോ ഉപയോഗം, പണ്ട് കാലത്ത് റേഡിയോ ഉപയോഗമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. റേഡിയോകളൊക്കെ എനിക്ക് തോന്നുന്നു മുത്തശ്ശന്മാരുടെ വീട്ടിലൊക്കെ പോയി നോക്കിയാൽ കാണുമായിരുന്നു. ഒരു കാലത്ത് റേഡിയോയെ ആശ്രയിച്ചിരുന്നതാണ്. പിന്നീട് അത് മാറി ടി വിയിലോട്ട് വന്ന് ന്യൂസും ഒക്കെ അതിൽ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിപ്പം നമ്മുടെ സ്മാർട്ട് ഫോൺ മൊബൈൽ വന്നപ്പം അതിൽ റേഡിയോ ആയി. സ്മാർട്ട് ഫോൺ വന്നപ്പോൾ അത് മൊത്തത്തിലങ്ങ് പോയി. തിരിച്ചൊരു റേഡിയോയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കണം. എന്തും കൊണ്ട് എനിക്കൊന്ന് റേഡിയോ ആണ് ഇനി വരുന്ന തലമുറകൾക്ക് കുറച്ചുകൂടി നല്ലത്. കേൾവി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് റേഡിയോയിലൂടെയാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വരുമ്പോൾ യുവാക്കളുടെ ഇടയിൽ റേഡിയോ ഉപയോഗം വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റേഡിയോ ഒന്ന് ഇവർക്കിടയിൽ കുറച്ചുകൂടി സ്വാധീനം ചെലുത്തിപ്പിക്കാനായിട്ട്? ഇപ്പോൾ റേഡിയോയുടെ സ്വാധീനം കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ ഭയങ്കര കുറവാണ്. ശരിയാണ് ആ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ പിള്ളേരുടെ ഇടയിൽ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഈവൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസ് എന്തെങ്കിലും അല്ലെങ്കിൽ പാട്ടുകളാണെങ്കിൽ തന്നെ അവർക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ കൂടുതൽ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ അവരെയും കൂടി ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്താൽ നല്ലതായിരിക്കും കൂടുതൽ. പിന്നെ ഏറ്റവും കൂടുതൽ ആഡ്സൊക്കെ കുറച്ച് കൂടുതൽ പാട്ടോ അല്ലെങ്കിൽ ഇപ്പം സോഷ്യലി റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗം, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലുതാണ്. ഇപ്പം സോഷ്യൽ മീഡിയ
ഫോണില്ലാതെ, സ്മാർട്ട് ഫോൺ ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കാലത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. സ്മാർട്ട് ഫോണെന്നല്ല, ഒരു ഫോണില്ലാതെ തന്നെ മുമ്പോട്ട് പോകുന്നതിന് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുപോലെ കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ, നമ്മൾ എന്തിനും ഏതിനും ആശ്രയിക്കുന്ന സോഷ്യൽ മീഡിയയാണ്, AI ആണ് എല്ലാം. ഇത് നല്ലതും ചീത്തയുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇല്ലേ. ഒരുപാട് പ്രായ വ്യത്യാസമുള്ള തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നു. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് യുവാക്കൾ ചെയ്യേണ്ടതെന്നുള്ളത്? എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പം ഈ എന്താണ് ജെനുവിൻ അല്ലാത്ത ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. കാരണം നമുക്കിപ്പം എത്ര രൂപ വേണമെങ്കിലും തന്ന് ഓരോരോ ആഡ് ചെയ്യാനാണെങ്കിൽ, പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ ആളുകൾ വരും. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് പാരബനൊക്കെ ഉള്ള ഭയങ്കര പ്രശ്നമുള്ള കെമിക്കൽസ് ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ചില ഇൻഫ്ലുവൻസേഴ്സ് അത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരത് പ്രൊമോട്ട് ചെയ്യും. കാരണം ഞങ്ങളിത് ഉപയോഗിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു, അങ്ങനെ ഉപയോഗിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ റിവ്യൂ ഇടും. ഞാനിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ റിവ്യൂ ഇടാറുണ്ട്. പക്ഷേ അത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ടുണ്ട്, പ്രശ്നമൊന്നും ഇല്ല എന്ന് കണ്ടിട്ട് മാത്രമേ ഞാൻ എൻ്റെ പേജിൽ അത് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനല്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്, ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഒരു കാര്യങ്ങൾ ബുക്ക് വഴിയാണ് റെഫറൻസ് ചെയ്തെങ്കിൽ ഇപ്പം PSC ക്വസ്റ്റ്യൻസ് ഓരോന്ന് തന്നെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ നമുക്ക് റീൽസ് ആയിട്ടൊക്കെ കാണാം. അതൊക്കെ പെട്ടെന്ന് പിള്ളേർ ക്യാച്ച് ചെയ്തെടുക്കും. അല്ല നമ്മൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നി അത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ചീത്തയെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എക്സ്പോസിങ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മോശമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഈ ഫേക്കായിട്ടുള്ള ഗെയിംസ്, ആപ്സ്, പിന്നെ ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഇതിൽ നിന്നൊക്കെ മാറി സോഷ്യലി അവരൊരു റെസ്പോൺസിബിളാണ് എന്നുള്ളൊരു ചിന്താഗതി അവരിൽ വന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലിപ്പോൾ കണ്ടുവരുന്ന വേറൊരു കൾച്ചറാണ് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ. ഹോസ്പിറ്റലിൻ്റെ എണ്ണം ഒരുപാട് കൂടുന്നുണ്ട്. ക്യാൻസർ സർവീസ് അല്ലെങ്കിൽ ക്യാൻസർ സെൻറ്റേഴ്സിൻ്റെ എണ്ണം ഒക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ചോദിക്കുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അതിലേറ്റവും വലിയ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തിരുന്ന ആഹാരമാണ് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. കാരണം എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ പണ്ട് വർഷങ്ങളിൽ 1-2 ദിവസം, പിന്നീട് മാസങ്ങളിൽ 1-2 ദിവസം, പക്ഷേ ഇപ്പോൾ ഒരു ദിവസം 1-2 വട്ടമെങ്കിലും നമ്മൾ പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പം അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ യുവാക്കളിൽ തന്നെ ഉണ്ട്. പണ്ടുള്ളവരുടെ ആയുസ്സൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 80-85 വയസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ശരാശരി മലയാളിയുടെ ആയുസ്സെന്ന് വെച്ചാൽ 55-60 വയസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിന് കാരണം നമ്മുടെ ആഹാര രീതിയും ജീവിതശൈലിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു യുവാവെന്ന രീതിയിൽ, ഒരു ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാൻ പറ്റുന്നതെന്നുള്ളത്? ഇപ്പം നമുക്കിതിനെ മറികടക്കാന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളും വീട്ടിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും വേറെ AI ഫീൽഡ് അല്ലെങ്കിൽ IT മേഖലകളിലേക്ക് പോയപ്പം കൂടുതൽ ആളുകളും കൃഷിയിലേക്ക് എൻഗേജ് ചെയ്യാറായി. അപ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന അരി പോലും ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നല്ലേ വരുന്നത്. അപ്പം പച്ചക്കറികൾ പോലും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും വിഷം അടിച്ചിത് കൊണ്ടുവരുമ്പോൾ നമ്മളത് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതെങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെ ഓരോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഗ്യാസ്, അതായത് എനിക്ക് ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ ഇന്ന് ഫുഡിന് എന്താ ഉണ്ടാക്കി, എന്താ കറി? അവൾ പറയുന്നത് സ്വിഗ്ഗി ഞങ്ങൾ ഓർഡർ ചെയ്യാം, സ്വിഗ്ഗിയിലല്ലേ സൊമാറ്റോ ഞങ്ങൾ ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ വീട്ടിലൊന്നും വെക്കാറില്ലേ? വീട്ടിൽ വെക്കുവാണെങ്കിൽ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം നമ്മൾ വാങ്ങിക്കണം, അരി വെക്കണം, ഗ്യാസ് മേടിക്കണം, സ്റ്റൗ കത്തിക്കണം, ഓരോ പണിയില്ലേ. ഇതാകുമ്പോൾ നമ്മൾ ഫോണിൽ ഓർഡർ ചെയ്താൽ എത്തത്തില്ലേ. അപ്പം ഇവരെന്ത് ചെയ്യും, ഇത് വാങ്ങിച്ച് ചൂടാക്കി കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ
ഓരോ ജോലികൾ ചെയ്യുന്ന ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ഞങ്ങൾക്ക് മത്സ്യകൃഷി അവിടെ ഉള്ളത്. അതുമാത്രമല്ല മത്സ്യങ്ങളാണ് ഞങ്ങൾ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് കൺസ്യൂം ചെയ്യും. പക്ഷേ നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ കഴിക്കുമ്പോൾ പറയും, നീ ഇവിടെ ഞങ്ങൾക്ക് കറി വെച്ച് കൊണ്ടുവരുന്ന മീനിൻ്റെ ടേസ്റ്റ് അല്ല ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, കാരണം അത് അമോണിയം കലർന്നതാണെന്ന് അവർ പറയും. ശരി, അപ്പോൾ ഇങ്ങനത്തുള്ള രാസപദാർത്ഥങ്ങൾ ഇതിൽ ഉപയോഗിക്കും, കാരണം ഇവർക്ക് അറിയത്തില്ല, ഇവരൊരിക്കലും അവെയറല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ ഒരു അവെയർനെസ് ഇതിനെപ്പറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുവിധം ഇതിൽ നിന്ന് പുറകിലേക്ക് മാറും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫാസ്റ്റ് ഫുഡിലേക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും ആശ്രയിക്കാൻ കാരണം പെട്ടെന്ന് അവൈലബിൾ ആണ്. എപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താലും സാധനം നമുക്ക് മുമ്പിൽ കിട്ടും. അത് തന്നെയാണ് ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് എൻഗേജ് ചെയ്യാനുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ഒരു കാര്യം തന്നെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള. ആർക്കും മെനക്കെടാൻ വയ്യ, കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ബിസി ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടായിരിക്കാം ആളുകളെല്ലാം ഇതിലേക്ക് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അല്ല, അത് ഇപ്പോഴും നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള പല പഠനങ്ങളിലും ഒരു പറയുന്നതാണ്. നമ്മളൊരു പാചകം ചെയ്യുന്ന ഏകദേശം 2-2.5-3 മണിക്കൂർ പാചകം ചെയ്യണം. പക്ഷേ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് അത് കഴിച്ച് തരും. അപ്പോൾ ഇത്രയും സമയമെടുത്ത് പാചകം ചെയ്തൊരു സാധനം 10 മിനിറ്റ് കൊണ്ട് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും സമയം അതിന് വേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് സ്വിഗ്ഗിയിലും ഓൺലൈൻ ഓർഡേഴ്സിനൊക്കെ പോകാനുള്ള ആൾക്കാരുടെ ചിന്താഗതി മാറാൻ കാരണം. പക്ഷേ ഈ 2-3 മണിക്കൂർ കൊണ്ട് പാചകം ചെയ്യുന്നതിൻ്റെ ഗുണം എന്തുവാന്നുള്ളത് 30-40 വർഷം കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുപോലെ തന്നെ കൃഷി മേഖലയിൽ നേരത്തെ പറഞ്ഞ പോലെ കൃഷി മേഖലയിൽ ഇപ്പം കേരളം ഭയങ്കര പിന്നോക്കമാണ്. എല്ലാ മറ്റ് സംസ്ഥാനങ്ങളും നമ്മൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. യുവാക്കൾ പൊതുവെ കുറച്ച് പേര് ഇപ്പോൾ ഈ അടുത്ത രംഗത്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അത് കുറേ ഫണ്ടും പ്രോജക്റ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും യുവാക്കൾ ഹൈ എൻഡ് ജോബുകളാണ് നോക്കുന്നത്, വൈറ്റ് കോളർ ജോബ്സാണ് നോക്കുന്നത്. കാരണം അതിന് സമൂഹത്തിന് വിലയുള്ളൂ എന്നുള്ളത്. അപ്പം കൃഷി നല്ലൊരു ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പോൾ അത് യുവാക്കളിലേക്ക് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോടുള്ള അഭിപ്രായം എന്തുവാണ്? എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ വരുന്നത് തുരുത്തി നിന്നാണ്. ഞങ്ങളുടെ അവിടെ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് മത്സ്യകൃഷിയാണ്. ഞങ്ങൾക്ക് ഫിഷറീസിൻ്റെ ഭാഗത്തു നിന്ന് കരിമീൻ കുഞ്ഞുങ്ങളെ തന്ന് ഞങ്ങളങ്ങനെ പരിപാലിക്കാറുണ്ട്. പിന്നെ ചിപ്പി, അതായത് കല്ലുമ്മക്കായ, കക്ക, ഇതൊക്കെ ഞങ്ങളുടെ അവിടെ കൃഷി ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ വരുമാന മാർഗ്ഗം അതാണ്. അതൊരിക്കലും മനുഷ്യർ ഹാം ചെയ്യുന്നുള്ള രീതിയിലല്ല, നല്ല രീതിക്കാണ് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വൈറ്റ് കോളർ ജോബാണ്. കൃഷി എന്ന് പറയുമ്പോൾ അയ്യേ എന്നൊരു കോൺസെപ്റ്റാണ് അവർ. എൻ്റെ മോൻ കർഷകനാണ്, അയ്യേ അതെന്താ അങ്ങനെ. പക്ഷെ ഒരിക്കലും അറിയുന്നില്ല നമ്മൾ ചെയ്യുന്നത് വലിയ മഹത്വമായിട്ടുള്ളൊരു കാര്യമാണ്. റീസെൻ്റ്ലി ഞാനൊരു റീല് കണ്ടായിരുന്നു. ഒരാളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചേക്കുക, അതിൽ ചെളിയാണ്. ആ ചെളിക്കകത്ത് കാണിക്കുന്ന എന്താന്ന് പറയുമ്പം നെല്ലാണ്. അതിൻ്റെ വേറൊരു ഇമേജ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കൈയും ഒരു പീസ് ചോറുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പം ഇതേപോലെ കുറേ കർഷകർ മനസ്സ് കൊണ്ട് ആഗ്രഹിച്ച് ഈ ഒരു ഫീൽഡിൽ വന്ന് മറ്റുള്ളവരെ ഫീഡ് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയോണ്ടല്ലേ നമ്മളിപ്പോൾ കഴിക്കുന്ന ഓരോ അരിമണി പോലും ഏതോ കർഷകൻ എവിടെയോ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തതല്ലേ. ഒരിക്കലും നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും ഈ വൈറ്റ് കോളർ ജോബിനും അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പോസിബിൾ, കാരണം ഞങ്ങളുടെ മണ്ണ് ഉപ്പ് മണ്ണാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അധികം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മത്സ്യകൃഷിയാണ്. ഞങ്ങളെ കൊണ്ട് അതാണ് സാധിക്കുന്നത്. പിന്നെ അവിടെ കണ്ടൽക്കാടുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലാണെങ്കിൽ പോലും ഈ കരിമീൻ മുട്ടയിടാനും ഞണ്ടുകളെ പരിപാലിക്കാനാണെങ്കിൽ അവിടെയൊക്കെ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ, യുവാക്കൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പം വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ നമ്മുടെ ഹൗൾഡാറി സിനിമയിലെ പോലെ വീട്ടമ്മമാരല്ലേ കുട്ടികൾ, യുവാക്കളൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന കാണാറുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറയുമ്പം ഒരിക്കലും കൃഷിയെന്ന് പറയുന്നത് ഒരു അല്ലേ മോശപ്പെട്ടൊരു ജോലിയായിട്ട് കാണേണ്ട കാര്യമല്ല. കാരണം നമ്മുടെ അധ്വാനം, അല്ലെ ഒരു കർഷകൻ്റെ അധ്വാനം നാളെ ഒരുവൻ്റെ അന്നമാണെന്നുള്ളൊരു കാര്യം ഓർത്താൽ നമുക്കൊരിക്കലും അതൊരു ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഡിഫ്ന തുരുത്തിരുന്നാണ് എനിക്കൊന്ന് കോളേജിൽ പഠിക്കുന്നല്ലേ? അപ്പോൾ എല്ലാ ദിവസം പോയി വരികയാണ്. അതെ. അപ്പോൾ ഒരു ദിവസം ഈ സ്കൂളിലല്ലേ കോളേജിലൊക്കെ പോകണമെങ്കിൽ എങ്ങനെയാണ് യാത്രാമാർഗം, എത്ര സമയം എടുക്കും എന്നുള്ളതൊക്കെയാണ്? ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. അതായത് ഞാൻ പഠിക്കുന്നതെന്ന് പറയുമ്പം ഗവൺമെൻറ് കോളേജ് തഴവ, വവ്വാക്കാവിന് കിഴക്കോട്ടെന്ന് പറയും. അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാലേ എനിക്കൊരു
10 മണിക്കെങ്കിലും കോളേജിലെത്താൻ പറ്റും. കാരണം എന്താണെന്ന് പറയുമ്പം ഇത് തന്നെ നമുക്ക് വള്ളത്തിൽ വേണം എവിടെ വേണമെങ്കിലും പോകാൻ. ഈ ഒരു സാഹചര്യം കാറ്റാണെങ്കിൽ ഒട്ടും പറയണ്ട, വളരെ നമ്മൾ പേടിപ്പെട്ടാണ് ഇപ്പുറത്തെ കരയിലോട്ട് എത്തുന്നത്. അവിടെ നിന്ന് നടന്ന് കറക്റ്റ് സമയത്ത് ബസ് കിട്ടി കോളേജിലെത്തുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ ഞാനിപ്പം കോളേജിൽ നിന്ന് പറയാം, മിസ്സേ എനിക്കിങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ അവിടെ ചെറിയ പിള്ളേർ പോകുന്നുണ്ട്, LKG തൊട്ട് ഡിഗ്രി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ, അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെ 7:30 ഒരു കടത്തുവള്ളമുണ്ട്, അതിനാണ് പോകുന്നത്. അപ്പം വീട്ടിലെ മാതാപിതാക്കളെല്ലാവരും അവിടെ വന്ന് കരയിൽ അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിന്ന് നോക്കത്തേ ഉള്ളൂ ഈ വള്ളം പോകുന്നത്. കുട്ടികൾ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ, അവർക്ക് കറക്റ്റ് സമയത്ത് ബസ് കിട്ടുന്നുണ്ടോ. അതായത് ഈ കുട്ടികൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വള്ളത്തിൽ കയറി അവിടെ കരയ്ക്ക് ചെന്നെന്ന് ഇവർക്ക് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റൂ. ഈ മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു വള്ളത്തിനകത്ത് പോവുക എന്നുള്ളത്. പിന്നെ പ്രോപ്പറായിട്ട് അവിടെ നമുക്ക് കടത്തുണ്ടെങ്കിൽ പോലും എപ്പോഴും അവൈലബിൾ അല്ല. നമുക്ക് ഈ കുട്ടികളെ കൊണ്ടുപോവുക ആ ഒരു ടൈമിന് മാത്രമേ ഈ കടത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഓരോ വീടുകളിലും ചെറുവള്ളങ്ങളുണ്ട്. ഈ ചെറുവള്ളങ്ങളെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലോ, ഈ കാറ്റത്തും മഴയത്താണെങ്കിൽ നമുക്ക് ഒട്ടും പറയണ്ട, ഈ ഇപ്പുറത്തെ കരയിലോട്ട് ഒന്നിനും വരാൻ പറ്റത്തില്ല. മഴയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ഗ്രോസറീസ് മേടിക്കാൻ പുറത്ത് കടകളിൽ പോകാനോ ഒന്നിനും നമുക്ക് സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് പറയുമ്പം ഈ മഴക്കെടുതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ എന്ന് പറയുമ്പം മഴ സമയത്ത് ഈ ഈർപ്പം കൂടുതലാണ്. അപ്പം നമുക്ക് ഈ തുണികളൊന്നും ഉണക്കാനൊന്നും പറ്റത്തില്ല ചില സാഹചര്യങ്ങളിലൊക്കെ. കാരണം ഈർപ്പം താങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സുകളൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഈ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ എന്തെങ്കിലും അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ എന്തെങ്കിലും ഒടിഞ്ഞു വീണാൽ തന്നെ നന്നാക്കാൻ വരാനൊക്കെ 2 ദിവസമൊക്കെ എടുക്കും. കാരണം ഇക്കരെ വന്ന് സാധനങ്ങൾ പോസ്റ്റെല്ലാം കളക്ട് ചെയ്ത് അല്ല ആളുകളെല്ലാം കളക്ട് ചെയ്ത് ഇപ്പുറം കൊണ്ടുവന്ന് ഇതെല്ലാം ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സമയവും നമുക്ക് പ്രോപ്പറായിട്ട് ചില സമയത്ത് കറണ്ട് പോലും കിട്ടാറില്ല. കാരണം എന്താണെന്ന് പറയുമ്പം പിന്നെ മരങ്ങളൊക്കെ അവിടെ തോനെയുള്ളതുകൊണ്ട് അതിന് മുകളിലൊക്കെ വീഴും. ഇതൊക്കെ അറുത്ത് മാറ്റി പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെ പാടാണ് ആളുകൾക്ക് എത്തിപ്പെടാനും പോകാനും. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ തുരുത്തിൽ ആര് വരണം ആര് പോകണമെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ തീരുമാനിക്കണം ആര് പോകണം. കാരണം ഒരു വീട്ടിൽ ഒരാൾക്ക് വരണമെങ്കിൽ കറക്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടേ വരാൻ പറ്റൂ. അത് മാത്രമേ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എന്ന് പറയുമ്പം പിന്നെ ഇപ്പം CRZ നിയമമൊക്കെ വന്നായിരുന്നു സുനാമിക്ക് ശേഷം. അന്നേരം നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ ചോർച്ചയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും തുരുത്തിലെ ഞങ്ങളുടെ എല്ലാ പിള്ളേരും നല്ല ബ്രില്യൻ്റാണ്. എല്ലാവരും അങ്ങനെ പുറത്തെ കുട്ടികളെ മാറ്റി പറയുകയല്ല, എന്നാലും അത്യാവശ്യം എല്ലാവർക്കും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യും. അപ്പോൾ ഒരു റോഡോ പാലോ ഒക്കെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു. ഇത്രയൊക്കെ സഹിച്ചാണ് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്നത്. ഒരിക്കലും ഒരു എളുപ്പമായിട്ടല്ല. കാരണം എല്ലാ കുട്ടികളും കഷ്ടത അനുഭവിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും പോകാൻ പോകുന്നതും. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് തുരുത്തിലെ വിശേഷങ്ങളും അതൊരു യുവാവ് എന്നുള്ള രീതിയിലൊരു സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ യുവാക്കളിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ നല്ല ലളിതമായിട്ട് ഡിഫ്ന പറഞ്ഞു തന്നു. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് ഡിഫ്നയ്ക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം ഞങ്ങൾക്ക് കുറച്ച് നാളായി പാലത്തിനുള്ള ഫണ്ട് അനുവദിച്ചു. ഞങ്ങൾ ഇപ്പുറത്തെ കരയിൽ വസ്തുവൊക്കെ വാങ്ങി റോഡൊക്കെ പകുതി വരെ ആയി കിടക്കുവാണ്. അപ്പം അധികാരികൾ ഇത് കേൾക്കുന്നു കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പാലം എന്നുള്ള ആ ഒരു സ്വപ്നം ഒന്ന് സാക്ഷാത്കരിച്ച് തരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അതുമാത്രമല്ല നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എവിടെ പോകാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അധികാരികളോടും എല്ലാവരോടും ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പാലവും റോഡും എന്നുള്ള ഈ ഒരു ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് തരണമെന്നാണ്. ഇനി ഒരു ജീവനുകളും പൊലിഞ്ഞു പോവാതിരിക്കട്ടെ. കാരണം നമ്മൾ പറഞ്ഞല്ലോ, റിസ്ക്കി ആയിട്ടാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് അവിടെ കൊണ്ടുപോകുന്നത്. എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. അപ്പോൾ വേറുള്ളവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഈ പാലം റോഡെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും സഫലമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിന് അടുത്തൊരു അതിഥിയുമായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവരെ
നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞുകൊള്ളുന്നു. റിനീഷ് ആൻഡി. നന്ദി, നമസ്കാരം.